സി.ആർ. മഹേഷ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി ഏറ്റവും പുതിയ വാർത്തകൾ വരികയാണ്. താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ അടക്കം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി.ആർ. മഹേഷ് രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴിതാ സി.ആർ. മഹേഷ് കോൺഗ്രസ് വിട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വിവരങ്ങൾ കൂടി വരികയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? സി.ആർ. മഹേഷ് ഇന്നലെ നമ്മൾ തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സി.ആർ. മഹേഷ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നയിക്കാൻ ശേഷിയില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്ന വിമർശനം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി പി.സി. വിശ്വനാഥ് പറഞ്ഞത് ഒരു RSSകാരന്റെ കോൺഗ്രസ് ദുർബലമായിരിക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഫേസ്ബുക്കിലൂടെ നടത്തുന്നത് RSSനെ സഹായിക്കാനാണ് എന്ന ഒരു പ്രസ്താവന പി.സി. വിശ്വനാഥ് നടത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രകോപനത്തിന് കാരണമായിരിക്കുന്നത്. മാത്രമല്ല, തന്നെ പിന്തുണയ്ക്കേണ്ട ഐ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ വാ തുറക്കുകയോ തന്നെ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി സി.ആർ. മഹേഷിന് ഉണ്ട്. രമേശ് ചെന്നിത്തല പോലും സി.ആർ. മഹേഷിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം സി.ആർ. മഹേഷ് രാജിവെച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന്, ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് സി.ആർ. മഹേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് ആവില്ല എന്നും സി.ആർ. മഹേഷ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തന്നെ വിരട്ടാൻ പി.സി. വിശ്വനാഥ് നോക്കേണ്ട, അത്തരം ഭാഷകൾ തന്നോട് പ്രയോഗിച്ചാൽ തിരിച്ച് അതേ ഭാഷയിൽ പറയാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നാലും തന്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സി.ആർ. മഹേഷ് എത്തിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയം എന്ന നിലയിൽ കോൺഗ്രസിന് ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തീർച്ചയായും കോൺഗ്രസിനെ അപകടത്തിൽപ്പെടുത്തുകയുള്ളൂ. ഇതിന് മാതൃകാപരമായ ഒരു നിലപാടാണ് കോൺഗ്രസിന് ആവശ്യം. അല്ലാതെ ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് കോൺഗ്രസിനെ എക്കാലത്തേക്കും നാശത്തിലേക്ക് തള്ളിവിടുമെന്നും സി.ആർ. മഹേഷ് പറഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് വ്യക്തമായ നാണക്കേടും ഒരു കളിയാക്കലും ഒക്കെ മഹേഷിനെ ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. ഒപ്പം കേന്ദ്രത്തിനെ വിമർശിച്ചതിനുള്ള ഒരു വ്യക്തമായ മറുപടി കൂടിയാണ് നേതാക്കളിൽ നിന്നൊക്കെ ലഭിച്ചത്. അതിൽ മനം നൊന്ത് തന്നെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതാണ്. പി.സി. വിശ്വനാഥ് തനിക്കെതിരെ താൻ RSS ആണെന്ന്, അതായത് സി.ആർ. മഹേഷിനെ RSS എന്ന് പറയാതെ പറഞ്ഞ് മുദ്രകുത്തിയതിൽ പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ തനിക്ക് പിന്തുണയുമായി ഗ്രൂപ്പ് നേതാക്കൾ ആരും രംഗത്ത് വരാത്ത ഒരു സാഹചര്യം ഒറ്റപ്പെട്ടു പോയതിന്റെ ഒരു മനോവേദനയിലാണ് ഇപ്പോൾ സി.ആർ. മഹേഷ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, താമസിയാതെ തന്നെ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സി.ആർ. മഹേഷിന് ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച്, അതായത് ഒരു VM സുധീരന്റെ ലൈൻ സ്വീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. പുനഃസംഘടന വരുമ്പോൾ ഈ സ്ഥാനങ്ങൾ തെറിക്കും. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ സി.ആർ. മഹേഷ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലുപരി ഗ്രൂപ്പിൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ഭാഗം എന്ന് വേണം ഇത് മനസ്സിലാക്കുവാൻ. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പൊട്ടിത്തെറി രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. സി.ആർ. മഹേഷ് പ്രസ്ഥാനം നടത്തുമ്പോൾ അതിന് കേന്ദ്ര നേതാക്കൾ വിമർശിക്കുകയോ നടപടിയെടുക്കുന്നതിന് പകരം എ ഗ്രൂപ്പിൽ നിന്ന് കടുത്ത വിമർശനമായി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ഐ ഗ്രൂപ്പിനെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം KSU തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേള കൂടിയാണ്. ഇവിടെ എയും ഐയും ഭിന്നിച്ചു നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അതിന് പണം ഒഴുക്കുന്നുണ്ട്, സാമുദായിക നേതാക്കന്മാർ ഇടപെടുന്നുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വലിയ സൽക്കാരങ്ങൾ നടന്നുകൊണ്ടാണ് വോട്ട് പിടുത്തം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയിലെ വലിയ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങോട്ടേക്കെന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പി.സി. വിശ്വനാഥ് എ ഗ്രൂപ്പിന്റെ ആളും സി.ആർ. മഹേഷ് ഐ ഗ്രൂപ്പിന്റെ ആളുമാണ്. ഈ രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ രണ്ട് നേതൃത്വത്തിലും ഇതിൽ ശക്തമായ അവരുടെ ഒരു പിന്തുണ കൂടി ഉണ്ടോ എന്ന സംശയവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉടലെടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അപ്പോഴും തങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ പ്രശ്നങ്ങളില്ല, കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളില്ല എന്നൊക്കെ നേതാക്കന്മാർ പറയുമ്പോഴും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്കുമാർ, തീർച്ചയായും ഇതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പുനർസംഘടനാ സമയമാണ്, തെരഞ്ഞെടുപ്പ് വേളയാണ്. ഈ സാഹചര്യത്തിൽ അവരവരുടെ രണ്ട് ഗ്രൂപ്പുകളും അവരുടെ കരുത്ത് കാട്ടാനുള്ള ഒരുക്കങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് സി.ആർ. മഹേഷ് തക്കം നോക്കി തന്നെ ഈ സമയത്ത് ആഞ്ഞടിച്ചിരിക്കുന്നത്. പി.സി. വിശ്വനാഥ് എ ഗ്രൂപ്പ് തന്നെ ആക്രമിച്ചപ്പോൾ തന്നെ പിന്തുണയ്ക്കാൻ ആരും വരാത്തതിന്റെ പരിഭവം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഐ ഗ്രൂപ്പിന്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് കൂടി ഒരു ഗൂഢലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കാം. എന്തായാലും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ പൊട്ടിത്തെറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് സി.ആർ.
ആർ മഹേഷിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ കണ്ടതും കഴിഞ്ഞ ദിവസം CR മഹേഷിന്റെ ഫേസ്ബുക്ക് പ്രസ്താവനയ്ക്കെതിരെ PC വിശ്വനാഥ് RSS കാരനാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്നതുമൊക്കെ ഇതിന്റെ സൂചനകളാണ്. അതിലുപരി ഇതിൽ PC വിശ്വനാഥിന്റെ ആ പോസ്റ്റ് തന്നെയാണ്, അതിന്റെ പ്രസ്താവന തന്നെയാണ് തന്നെ ഏറെ വേദനിപ്പിച്ചത്. കരുനാഗപ്പള്ളിയിൽ തന്റെ തോൽവിക്ക് വേണ്ടി കാത്തിരുന്നവർ തന്നെ RSS എന്ന് മുദ്രകുത്തി, രമേശ് ചെന്നിത്തലയെ RSS എന്ന് മുദ്രകുത്തുന്നു. ഇത് മുഴുവനും ഐ ഗ്രൂപ്പിനെ ആക്ഷേപിക്കുന്നതിനും ഐ ഗ്രൂപ്പിനെ തകർക്കാനുള്ള നീക്കമാണെന്നാണ് പറയാതെ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേതാക്കൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് CR മഹേഷിന്റെ ഉള്ള ഈ ഇറങ്ങിപ്പോക്ക് അത് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി നേതാക്കന്മാരുടെ ഒരു പ്രതികരണം അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണോ? തീർച്ചയായും ഇത് നമ്മൾ അങ്ങോട്ട് ഉന്നയിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു നീക്കം എന്തിനാണ് നടത്തുന്നത്? VM സുധീരൻ പോയതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ ആരും തന്നെ അതിൽ പ്രതികരണങ്ങളുമായോ അത് തടഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് CR മഹേഷ് പോകുമ്പോൾ എന്ത് ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് എന്റെ വേദനയാണ്, തന്നെ RSS എന്ന് മുദ്രകുത്തുന്നു, രമേശ് ചെന്നിത്തലയെ RSS എന്ന് മുദ്രകുത്തുന്നു, അതിനെതിരെ ഒന്നും പ്രതികരണങ്ങൾ വരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് യാതൊരു കാര്യവുമില്ല, ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നത്. ഇനി താൻ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോയി ജീവിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് CR മഹേഷ് കൈ തൊഴുതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ഇത്തരം ആരോപണങ്ങൾ ആദ്യമൊന്നുമല്ല, പ്രത്യേകിച്ച് ചെന്നിത്തലയ്ക്കെതിരെയും അത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചെറിയൊരു ആരോപണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ആരോപണത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോകുക മാത്രമാണ് എന്ന് വേണോ എന്ന് കരുതാനാകുമോ? എന്ന് നമുക്ക് മാത്രം കരുതാൻ. ഇതിൽ PC വിശ്വനാഥനെയാണ് ഉന്നം വെക്കുന്നതെങ്കിലും ഇതിൽ A ഗ്രൂപ്പ് എന്ന ഒരു അതിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ തന്നെയാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ കൂടി നേതാവായിട്ടുള്ള കൊല്ലത്തെ CR മഹേഷ് ഉന്നം വെച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന CR മഹേഷ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഒരുപക്ഷെ ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായി കാണുമെന്ന് കരുതാനും നമുക്ക് അവകാശമുണ്ട്. എന്തായാലും ശരി തന്നെ CR മഹേഷ് AI ഗ്രൂപ്പിന്റെ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുന്നതിന്റെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഇപ്പോൾ KSUവിൽ അത് നമുക്ക് പ്രകടമായി രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ യൂത്ത് കോൺഗ്രസിൽ ഇനി വരാൻ പോകുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എന്തെല്ലാമാണ് കോൺഗ്രസിൽ സംഭവിക്കാൻ പോവുക എന്ന് പ്രവചനാതീതമാണ്. ഇനി എന്തായാലും മഹേഷ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഉന്നയിച്ചതുപോലെ BJPയിലേക്കോ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ജീവിതം പുതിയൊരു മേച്ചിൽപ്പുറം തേടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ? ഇക്കാര്യം നമ്മൾ അദ്ദേഹത്തോട് ചൂണ്ടിക്കാണിച്ചു. ഇത് ഈ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാനാണോ താങ്കളുടെ നീക്കമെന്ന് ചോദിച്ചു. അതിൽ അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞത്, മരിക്കും വരെ താൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ മരിക്കും, തനിക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരമോഹത്തിന് വേണ്ടിയോ സ്ഥാനമോഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയോ ഉള്ള ഒരു അടവ് തന്ത്രമായി തന്റെ ഈ നീക്കത്തെ ആരും കാണരുത് എന്ന് അദ്ദേഹം ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു. താൻ കോൺഗ്രസുകാരനായി തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ആരുടെയും രാഷ്ട്രീയത്തിലേക്ക് പോകാനും താൻ ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ തുടരും, അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, പൊതുപ്രവർത്തനം നടത്തുന്നതിന് ആരെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ വേണ്ട സേവനം ചെയ്യുന്നതിനോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമോ ലേബലോ തനിക്ക് ആവശ്യമില്ല, താൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട്, ആ സത്യസന്ധമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും. എന്തായാലും ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനി താനില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ CR മഹേഷ് വ്യക്തമാക്കി. ശരി, വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം CR മഹേഷ് രാജിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.